ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബോധി കേരള PSC. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സീരീസിലെ 5ാമത്തെ ക്ലാസ്സാണിത്. ഈ ഒരു ക്ലാസ്സും കൂടി ആകുമ്പോൾ ഫസ്റ്റ് ഹെഡിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലി എന്നുള്ള പോർഷൻ കവറാകും. ഇപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിലെ മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണ്, മൈനർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കി അവരുടെ ചെയർമാൻമാരുടെ പേരുകളും നോക്കിയിരുന്നു. അന്ന് പറഞ്ഞിരുന്നു 2 കമ്മിറ്റികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന്. ആ 2 കമ്മിറ്റികളെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കാം. ഇതോടുകൂടി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്നുള്ളൊരു പോർഷൻ കഴിയുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച്, ചെയർമാൻമാർ, മെമ്പേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 or 3 പേരുകൾ തന്നിട്ട് ഒരാളിനെ മാത്രം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് എടുത്തരും ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കാം, മെമ്പർ അല്ലാത്തത് ആരെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 2 കമ്മിറ്റികൾ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് രണ്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സിലബസിൽ അങ്ങനെ തന്നിട്ടുള്ളതല്ല, പക്ഷേ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 കമ്മിറ്റികളിൽ നിന്നാണ് സാധാരണയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനുള്ള ആ ഒരു സ്പെഷ്യൽ പർപ്പസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്കായിരുന്നു. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി ഫോം ചെയ്തത് എന്നായിരുന്നു 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു 7 മെമ്പർ കമ്മിറ്റി ആയിരുന്നു. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു നമ്മൾ പഠിച്ചു. ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഒരു മെമ്പർ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 6 മെമ്പേഴ്സിൻ്റെ പേര് കൂടി നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഡോക്ടർ BR അംബേദ്കർ ഒന്നാമത്തെ ആൾ, ചെയർമാൻ. നെക്സ്റ്റ് N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. ഇവരായിരുന്നു 7 മെമ്പേഴ്സ്. ഇതിൽ N മാധവറാവു BL മിത്തറിന് അസുഖം മൂലം വിരമിക്കേണ്ടി വന്നപ്പോൾ, ഇതിൽ നിന്ന് മാറേണ്ടി വന്ന സമയത്ത് BL മിത്തറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത് ചോദിച്ചിട്ടുണ്ട്. TT കൃഷ്ണമാചാരി DP കൈത്തൻ മരിച്ച സമയത്ത് 1948 DP കൈത്തൻ മരിച്ച സമയത്ത് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് TT കൃഷ്ണമാചാരി വന്നത്. TT കൃഷ്ണമാചാരിയാണ്. നമ്മൾ വേറൊരു കൃഷ്ണമാചാരിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? നമ്മൾ മുന്നേ പഠിച്ചത്. അതിലും ഒരു T ഉണ്ട്. ആരായിരുന്നു അത്? അത് VT കൃഷ്ണമാചാരിയാണ്. VT കൃഷ്ണമാചാരി ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇത് ആ കൃഷ്ണമാചാരിയല്ല, ഇത് TT കൃഷ്ണമാചാരി. കൈത്തൻ മരിച്ച സമയത്ത് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് TT കൃഷ്ണമാചാരി. ഓക്കെ, അപ്പോൾ നമ്മൾ 7 മെമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. 7 മെമ്പേഴ്സിൻ്റെ പേര് പഠിക്കുക. ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 3 പഠിക്കുക. അംബേദ്കർ, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അംബേദ്കർ, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 3 ആയല്ലോ. നമുക്കൊരു പാട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. അംബേദ്കർ, ഗോപാലൻ, അല്ലടി. അപ്പോൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, ദെൻ അംബേദ്കർ. 3 പേരായിട്ടുണ്ട്. ഏതൊക്കെയാണ്? അംബേദ്കർ, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ദെൻ മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള. അംബേദ്കർ, ഗോപാലൻ, അല്ലടി, മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള. അപ്പോൾ അംബേദ്കർ ഡോക്ടർ BR അംബേദ്കർ, ഗോപാലൻ N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള. അപ്പോൾ എത്ര പേരായി? 5 പേരായി.
പാട്ട് പോലെ ഓർത്ത് വെച്ചാൽ മറക്കാതിരിക്കുക. അംബേദ്കർ, അംബേദ്കർ ഗോപാലൻ, അല്ലാടി. അംബേദ്കർ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള, കെ എം മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള. മാധവറാവു മിത്തർ, കൃഷ്ണമാചാരി കൈത്തൻ. മാധവറാവു മിത്തറിനെ റീപ്ലേസ് ചെയ്തു, കൃഷ്ണമാചാരി കൈത്തനെ റീപ്ലേസ് ചെയ്തു. ഒന്നാമത്തെ ആൾ ഇൽനെസ് മൂലവും രണ്ടാമത്തെ ആൾ ഡെഡ് ആയപ്പോഴുമാണ് റീപ്ലേസ്മെൻറ്റ് നടന്നത്. മാധവറാവു എം, മാധവറാവു മിത്തർ, കൃഷ്ണമാചാരി കൈത്തൻ കെ. മറക്കില്ലല്ലോ. അപ്പോൾ 7 മെമ്പേഴ്സിൻ്റെ പേര് ഓർത്തെടുക്കുക. അംബേദ്കർ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, കെ എം മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള. പിന്നെ 2 റീപ്ലേസ് ചെയ്തവർ മാധവറാവു മിത്തറിനെ, കൃഷ്ണമാചാരി കൈത്തനെ. ഓക്കെ, അങ്ങനെയാണ് 7 മെമ്പേഴ്സ് എവിടെ ഉണ്ടായിരുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. മറക്കത്തില്ലല്ലോ. അംബേദ്കർ ഗോപാലൻ, അല്ലടി, മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള, മാധവറാവു മിത്തർ, കൃഷ്ണമാചാരി കൈത്തൻ. അപ്പോൾ അംബേദ്കർ ഗോപാലൻ, അല്ലടി. അംബേദ്കർ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള, കെ മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള. മാധവറാവു മിത്തർ, കൃഷ്ണമാചാരി കൈത്തൻ. മാധവറാവു മിത്തറിനെ റീപ്ലേസ് ചെയ്തു, BL മിത്തറിനെ റീപ്ലേസ് ചെയ്തു. കൃഷ്ണമാചാരി DP കൈത്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പാട്ട് പോലെയോ ഒക്കെ പഠിച്ചു വയ്ക്കുക. ഈ 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൂടിയ ശേഷം 7 പേര് കൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൂടി ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കി. എന്നായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്ത്? 47 ഓഗസ്റ്റ് 29-നായിരുന്നു. ഓക്കെ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് 29 ആയപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തു. ആ 47 ഓഗസ്റ്റിൽ ഫോം ചെയ്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 48 ഫെബ്രുവരി ആയ സമയത്ത് എന്ത് ചെയ്തു? അതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. ഡ്രാഫ്റ്റ് ചുമ്മാ അവതരിപ്പിച്ചു ഇതാണ് എന്നങ്ങ് പറഞ്ഞു വെച്ചില്ല. ആ ഡ്രാഫ്റ്റിനെ പബ്ലിക് ഡിസ്കഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. 8 മാസമാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവതരിപ്പിച്ച ശേഷം പബ്ലിക് ഡിസ്കഷന് വേണ്ടിയിട്ട് വിട്ടത്. അപ്പോൾ ഈ പബ്ലിക് ഡിസ്കഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അമെൻമെൻറ്റുകളും വരും അല്ലേ. അങ്ങനെ 8 മാസം പബ്ലിക് ഡിസ്കഷനും അമെൻമെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. എന്ന് മുതൽ? 1948 ഫെബ്രുവരി മുതൽ. ഫെബ്രുവരി 1948 ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചത് മുതൽ 8 മാസം എന്തിനു വിട്ടുകൊടുത്തു? പബ്ലിക് ഡിസ്കഷൻ ഫോർ അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 48 ഒക്ടോബർ ആയപ്പോൾ, 8 മാസം കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നു ചോദിച്ചാൽ അത് 48 ഫെബ്രുവരിയിലാണ്. രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എന്നു ചോദിച്ചാൽ അത് ഒക്ടോബറിലാണ്. ഓക്കെ, ആ ഒക്ടോബറിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് വെച്ച് പിന്നെയും ഡിസ്കഷനൊക്കെ വന്നു. പക്ഷേ ആദ്യത്തെ പോലെ 8 മാസമൊന്നും കൊടുത്തില്ല. പിറ്റേ മാസം നവംബർ 4 ആയപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ് അവർ തയ്യാറാക്കി. കാരണം 8 മാസം കൊടുത്തു, കുറേ അമെൻമെൻറ്റുകളും കുറേ സജഷൻസും കുറേ ഡിസ്കഷനും വന്നു. ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിന്നാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവത്തേ ഉള്ളൂ. അതുകൊണ്ട് 8 മാസമൊന്നും കൊടുത്തില്ല. ഒക്ടോബറിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. നവംബർ ആയപ്പോഴേക്കും അവർ ഫൈനൽ ഡ്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് റീഡിംഗ് നടത്തി. അപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് റീഡിംഗ് നടത്തിയതെന്ന് ചോദിച്ചാൽ 1948 നവംബർ 4-നാണ്. 1948 നവംബർ 4-ാം തീയതിയാണ് ഫൈനൽ ഡ്രാഫ്റ്റിൻ്റെ ആദ്യത്തെ റീഡിംഗ് നടത്തിയത്. എന്നിട്ട് 5 ദിവസം ഡിസ്കഷന് വേണ്ടി വിട്ടു. അപ്പോൾ നവംബർ 4 മുതൽ 5 ദിവസം നവംബർ 9-ാം തീയതി വരെയായിരുന്നു ആദ്യത്തെ 5 ദിവസത്തെ ഡിസ്കഷൻ. ഈ 5 ദിവസത്തെ ഡിസ്കഷന് ശേഷം സെക്കൻഡ് റീഡിങ് നവംബർ 15-ന് നടത്തി. ഫസ്റ്റ് റീഡിങ് നവംബർ 4-നായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് നവംബർ 9 വരെ അവർ ഡിസ്കഷൻ നടത്തി. അത് കഴിഞ്ഞ് നവംബർ 15 ആയപ്പോൾ രണ്ടാമത്തെ റീഡിംഗ് നടത്തി. അതിൻ്റെ ചെറിയ കറക്ഷൻസൊക്കെ വരുത്തി സെക്കൻഡ് റീഡിംഗ് നടത്തി. ഒക്ടോബർ 17-ാം തീയതി വരെ അത് ഡിസ്കഷന് വെച്ചു. നവംബർ 15-ന് നടത്തി സെക്കൻഡ് റീഡിങ്. ഒക്ടോബർ 17 വരെ, അത് 49 ഒക്ടോബർ 17 വരെയാണ് സെക്കൻഡ് റീഡിങ്ങിൻ്റെ എന്ത് നടന്നത്? ഡിസ്കഷൻ നടന്നത്. അങ്ങനെ ടോട്ടൽ ഡിസ്കഷൻ്റെ ഫലമായിട്ട് 7653 അമെൻമെൻറ്റ് പ്രപ്പോസലുകളാണ് വന്നത്. എത്ര ഡിസ്കഷനിലൂടെ? 2473 ഡിസ്കഷനും
7653 അമെൻമെൻറ്റ് പ്രപ്പോസലുകളുമാണ് വന്നത്. ഓക്കെ, വലുതായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തേർഡ് റീഡിങ് 1949 നവംബർ 14 നടത്തി. 1949 നവംബർ 14 തേർഡ് റീഡിങ് നടത്തി. പിന്നെ ഒരുപാട് ഡിസ്കഷനൊന്നും വിട്ട് സമയം കളയാതെ നവംബർ 26 ആയപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആ എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനെ പാസ്സാക്കി, ഡിക്ലെയർ ആസ് പാസ്ഡ്. ആ ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ചത്. അല്ലെങ്കിൽ എന്ത് ചെയ്തത്? ഡിക്ലെയർ ആസ് പാസ് എന്നല്ലാതെ നമ്മളൊരു കാര്യം പഠിച്ച് എന്തായിരുന്നു അത്? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തെന്നാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചാൽ, അത് ഡിക്ലെയർ ചെയ്ത ദിവസമാണ് 1949 നവംബർ 26. അന്ന് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1947 ഓഗസ്റ്റ് 29 ഫോം ചെയ്തു. 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടെ കൃഷ്ണസ്വാമി അയ്യർ, K മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, മാധവറാവു കൃഷ്ണമാചാരി. മാധവറാവു മിത്തർ അസുഖബാധിതനായിട്ട് മാറിപ്പോയപ്പോഴും കൃഷ്ണമാചാരി DP കൈത്തൻ മരിച്ചപ്പോഴും അതിനെ റീപ്ലേസ് ചെയ്യാണ് ഉണ്ടായത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് 48 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചു. 8 മാസം പബ്ലിക് ഡിസ്കഷൻ വിട്ടു. സെക്കൻഡ് ഡ്രാഫ്റ്റ് 48 ഒക്ടോബറിന് അവതരിപ്പിച്ചു. ഫൈനൽ ഡ്രാഫ്റ്റ് 48 നവംബർ 4 അവതരിപ്പിച്ചു. 5 ദിവസത്തെ ഡിസ്കഷൻ വിട്ടു. അതിൻ്റെ തന്നെ സെക്കൻഡ് റീഡിംഗ് നടന്നത് 48 നവംബർ 15 7653 അമെൻമെൻറ്റ് പ്രപ്പോസലുകളും 2473 ഡിസ്കഷനുകളാണ് ഉണ്ടായത്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യമുള്ളവ എല്ലാം കൂടിയല്ല, പറ്റുന്നത്ര ഉൾക്കൊള്ളിച്ചുകൊണ്ട് തേർഡ് റീഡിംഗ് നടന്നത് 1949 നവംബർ 14 അത് കഴിഞ്ഞ് ഒരു 10-12 ദിവസം കൂടി കഴിഞ്ഞ് നവംബർ 26 ആ എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പാസ്സാക്കിയതായിട്ട് ഡിക്ലെയർ ചെയ്തു. അന്നാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത്. അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചെയർമാനായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ BR അംബേദ്കറിനെ അതിനുശേഷം ലോ മിനിസ്റ്ററാക്കി. അദ്ദേഹത്തെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ട് പേരും കൂടിയുണ്ട്. ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദെൻ മോഡേൺ മനു. ഈ 3 പേരുകളിലുമാണ് ഡോക്ടർ BR അംബേദ്കർ അറിയപ്പെടുന്നത്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ലോ മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മെമ്പേഴ്സിനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഫോം ചെയ്തത് 1947 ജൂൺ 23 കാരണം ഓഗസ്റ്റ് 15 നമുക്ക് പതാക ഉയർത്തണം അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നതിന് ഓർമ്മ വരുന്നത് പതാക ഉയർത്തുന്ന കാര്യമാണ്. അപ്പോൾ അതിനൊരു ഫ്ലാഗ് നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു 1947 ജൂൺ 23. ആ കമ്മിറ്റി ജൂലൈ 14 ആയപ്പോൾ ഒരു റെക്കമെൻഡേഷൻ വെച്ചു. ജൂലൈ 22 ഫ്ലാഗിനെ അഡോപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു ഫ്ലാഗിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല, 10th അത് ആവശ്യം. 10th പ്രിലിംസ് എഴുതുന്നവർക്ക് ഫ്ലാഗിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി ഒന്ന് നോക്കണം, ഏതൊക്കെയാണ് വന്ന റെക്കമെൻഡേഷൻ എന്നൊക്കെ നോക്കണം. അത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നാഷണൽ ഫ്ലാഗ്, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് നമുക്ക് ജസ്റ്റ് പഠിക്കാം. അത് നിലവിൽ വന്നത് 1947 ജൂൺ 23 ജൂലൈ 14 47 ജൂലൈ 14 റെക്കമെൻഡേഷൻ വന്നു. ജൂലൈ 22 ആയപ്പോഴേക്കും ഫ്ലാഗിനെ അഡോപ്റ്റ് ചെയ്തു. അതിലും 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ചെയർമാൻ. പിന്നെ സരോജിനി നായിഡു ഉണ്ടായിരുന്നു. കാവാല മാധവ പണിക്കറായിരുന്നു ഉണ്ടായിരുന്നത്, അദ്ദേഹം മലയാളിയായിരുന്നു. ദെൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു. C രാജഗോപാലാചാരി ഉണ്ടായിരുന്നു. KM മുൻഷി ഉണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ഉണ്ടായിരുന്നു. പഠിച്ചു വയ്ക്കുക, വേറെ വഴികളൊന്നുമില്ല, പേരുകൾ പഠിച്ചു വയ്ക്കുക. അഡ്ഹോക്ക് കമ്മിറ്റിയിലെ 7 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു, കാവാല മാധവ് പണിക്കർ, മൗലാന അബ്ദുൽ കലാം ആസാദ്, സി രാജഗോപാലാചാരി, KM മുൻഷി, ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഇത്രയാണ് അഡ്ഹോക് കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലും തൊട്ട് മുന്നത്തെ കേസ് പറഞ്ഞ കണക്ക് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ മാത്രം മാറ്റി തന്നേക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് ക്രിറ്റിസിസം ഒന്ന് ഓർത്ത് വച്ചേക്ക്. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നമുക്കപ്പോൾ ഒന്ന് കത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെക്കുറിച്ച് കുറച്ച് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഒന്നാമത്തത്, അതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി ആയിരുന്നില്ല, എല്ലാ ഭാഗത്തു നിന്നുള്ള റെപ്രസെൻറ്റേഷൻ വന്നില്ല എന്നും അതൊരു സോവറിൻ ബോഡി അല്ല എന്നുമാണ് ആദ്യത്തെ ക്രിറ്റിസിസം. പിന്നെ കുറച്ച് ആൾക്കാരെ കുറച്ച് കോഡ്സ് പറഞ്ഞിട്ടുണ്ട് ക്രിറ്റിസിസമായിട്ട്, അതുകൂടി ഓർത്ത് വയ്ക്കുക. നസ്രുദ്ദീൻ അഹമ്മദ് പറഞ്ഞത് ഇതൊരു ടൈം കൺസ്യൂമിങ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. നമുക്കറിയാം എത്ര സമയം എടുത്തു, 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് അല്ലേ. അപ്പോൾ ഒരു ടൈം കൺസ്യൂമിങ് കമ്മിറ്റി ആയിരുന്നു എന്ന് നസ്രുദ്ദീൻ അഹമ്മദ് പറഞ്ഞു. ദെൻ ഗ്രാൻവിലെ ഓസ്റ്റിൻ പറഞ്ഞത് ഇതൊരു ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ് ബോഡിയാണെന്ന്. കോൺഗ്രസ്സുകാരായിരുന്നു അല്ലേ, INC ആയിരുന്നു ഇലക്ട് ചെയ്തപ്പെട്ടപ്പോഴും ഭൂരിപക്ഷത്തിലേക്ക് വന്നത് INC ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ് ബോഡി ആയിരുന്നു. ബാക്കി എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അസംബ്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ് ആയിരുന്നു എന്നാര് പറഞ്ഞു? ഗ്രാൻവിലെ ഓസ്റ്റിൻ പറഞ്ഞു. ഗ്രാൻവിലെ ഓസ്റ്റിൻ 2 കാര്യങ്ങളും കൂടി പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് വൺ പാർട്ടി ബോഡി വൺ പാർട്ടി കൺട്രി. നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. എന്താണ്? ഒരു പാർട്ടി ബോഡിയാണ്, അതുപോലെ ഒരു പാർട്ടി കൺട്രി ആക്കാനാണ് അവർ നോക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് വൺ പാർട്ടി ബോഡി വൺ പാർട്ടി കൺട്രി. ദെൻ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ദ അസംബ്ലി വാസ് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് വാസ് അസംബ്ലി. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുടെയും ബേസ് ഇത്ര തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി ഡോമിനേറ്റ് ചെയ്യുന്നു, ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ് എന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് വൺ പാർട്ടി ബോഡി വൺ പാർട്ടി കൺട്രി എന്ന് പറഞ്ഞു. ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ദ അസംബ്ലി വാസ് ദ കോൺഗ്രസ് ആൻഡ് ദ കോൺഗ്രസ് വാസ് ഇന്ത്യ എന്നും പറഞ്ഞു. ഇതാരാണ് പറഞ്ഞത്? ഗ്രാൻവിലെ ഓസ്റ്റിനാണ് പറഞ്ഞത്. പിന്നെ ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലായർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ഡോമിനൻ്റ് അസംബ്ലി ആയിരുന്നു. അതിലുള്ള മിക്കവാറും ലോയേഴ്സ് ആയിരുന്നു, അവരൊക്കെ പൊളിറ്റീഷ്യന്മാരും ആയിരുന്നു. അതൊരു മേജറായിട്ടുള്ളൊരു ക്രിറ്റിസിസം ആയിരുന്നു. ഓക്കെ, ദെൻ വിസ്കൺ ചർച്ചിൽ പറഞ്ഞത് ഇതൊരു ഹിന്ദു ഡോമിനൻ്റ് ബോഡിയാണെന്നാണ്, ഡോമിനേറ്റഡ് ബൈ ഹിന്ദുസ് ആണ്, അല്ലെങ്കിൽ എ ബോഡി ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞത് ലോർഡ് വിസ്കൺ ചർച്ചിലാണ്. വിസ്കൺ സൈമൺ ആണ്. ഓക്കെ, വിസ്കൺ സൈമൺ ആണ്. ദെൻ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് അസംബ്ലി റെപ്രസെൻറ്റഡ് ബൈ ഓൺലി വൺ മേജർ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇതേ മീനിങ് തന്നെയാണ് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലും. എന്താ പറഞ്ഞത്? അസംബ്ലി റെപ്രസെൻറ്റഡ് ബൈ ഓൺലി വൺ മേജർ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വച്ചേക്കുക. ഇത്രയും ക്രിറ്റിസിസം കൂടി ആയപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു പാർട്ട് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രിയാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പറഞ്ഞു, ഫോം ചെയ്ത ദിവസം, അതിൽ 7 മെമ്പേഴ്സിൻ്റെ പേര് ഒരു പാട്ട് പോലെ ജസ്റ്റ് പറഞ്ഞു. അത് പറ്റുന്നുള്ളവർ അങ്ങനെ രീതിക്ക് നോക്കുക, അല്ലെങ്കിൽ അവരവരുടേതായ ഇഷ്ടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പഠിച്ചു വയ്ക്കുക, പേരുകൾ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി വന്ന ആ ഒരു വഴി പറഞ്ഞു, എങ്ങനെയാണ് ഫസ്റ്റ് റീഡിങ് എന്നായിരുന്നു, അതിൻ്റെ ഡിസ്കഷൻ എങ്ങനെയായിരുന്നു, എത്രയൊക്കെ അമെൻമെൻറ്റ് വന്നു, ആ ഒരു വന്ന വഴി നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കി വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് പറഞ്ഞു. അതിലും ഈ പറയുന്ന പോലെ 7 മെമ്പറാണ് ഉണ്ടായിരുന്നത്. 7 മെമ്പർ ബോഡി ആയിരുന്നു. അതിൻ്റെ മെമ്പേഴ്സിൻ്റെ പേരും ഫോം ചെയ്ത ഡേറ്റും ഫ്ലാഗിൻ്റെ റെക്കമെൻഡേഷൻ ആൻഡ് അഡോപ്റ്റേഷൻ, ആ 2 ഡേറ്റുകളും കൂടി പഠിച്ചാൽ ആ ഒരു അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കഴിയും. ദെൻ കുറച്ച് ക്രിറ്റിസിസം. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ക്ലാസ്സുകൾ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലാസ് ഉൾപ്പെടെയുള്ള 5 ക്ലാസ്സുകൾ വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.